നമസ്കാരം. MS മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ചെമ്മാണിയോട് തോട്ടക്കടക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശത്തിന് തുടക്കമായി. ഏപ്രിൽ 18 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് പുതിയടത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പുനഃപ്രതിഷ്ഠാ നവീകരണ കലശത്തിന്റെ ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് 6 മണിക്ക് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി P. മനോജിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജയരാജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തോട്ടക്കടവ് കാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രം ഞാൻ ആദ്യമായി എത്തുന്ന ഈ സന്ധ്യയിൽ ആ കുന്ന് കടന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സുന്ദരമായ ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രാങ്കണം ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ശക്തി വളരെയധികം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം പിൽക്കാലത്ത് ക്ഷയിച്ച് വളരെ ജീർണാവസ്ഥയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് ബാധിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെ തന്നെയാണ്. പ്രത്യേകിച്ച് തോട്ടക്കടക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. വടക്കോട്ടാണ് ദർശനം. വടക്കോട്ട് എന്ന് പറയുമ്പോൾ വടക്ക് കൈലാസമാണ്. കൈലാസത്തെ നോക്കി നിൽക്കുന്ന ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ, അതോടൊപ്പം തന്നെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ, അതുപോലെ അപൂർവമായി കാണുന്ന ദമ്പതി രക്ഷസും, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടുത്തെ ഭക്തജനങ്ങളെ അത് ബാധിക്കുമെന്നുള്ള സത്യം തന്നെയാണ്. ഇന്ന് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പുതിയ തലമുറയും നമ്മളുമൊക്കെ ചേർന്ന് ഇത് വലിയ ഒരു നവീകരണ കലശത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ ദിനത്തിലേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ശരീരവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മശ്രീ പനയൂർ ദിനേശൻ നമ്പൂതിരി കാർമ്മിക ചടങ്ങുകളുടെ വിവരണം നിർവഹിക്കും. ശ്രീ സുരേന്ദ്രനാഥ്, കാളങ്കാവിൽ രവികുമാർ, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.